മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. ബിലാസ്പൂർ NIA കോടതി ജാമ്യം നൽകിയതോടെയാണ് സിസ്റ്റർമാരായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും മോചിതരായത്. ദുർഗിലെ വിശ്വദീപം കോൺവെന്റിലേക്ക് ഇരുവരും തിരിച്ചെത്തി. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെറും സംശയത്തിന്റെ പേരിലെന്നാണ് NIA കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. കുറ്റാരോപിതർ സ്ഥിരം കുറ്റവാളികളല്ല. 3 പെൺകുട്ടികളിൽ 2 പേർ കുട്ടിക്കാലം മുതൽ ക്രൈസ്തവ വിശ്വാസികളാണെന്ന് സത്യവാങ്മൂലമുണ്ട്. പെൺകുട്ടികൾ പോയത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണെന്നും സത്യവാങ്മൂലം വ്യക്തമാക്കുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2 ആൾ ജാമ്യം, 50,000 രൂപ ബോണ്ട്, പാസ്പോർട്ട് കെട്ടിവെക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് NIA കോടതി ജാമ്യം അനുവദിച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തരുതെന്നും നിർദ്ദേശം. ജാമ്യം ലഭിച്ചതോടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആഹ്ലാദത്തിലായി. ഒരാഴ്ച ഞങ്ങളോട് ഞങ്ങളെ കുടുംബം കരഞ്ഞോണ്ടിരിക്കുകയാണ്. സന്തോഷമായോ? ഉച്ചയ്ക്ക് ശേഷം ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ചതോടെ 2 കന്യാസ്ത്രീകളും 9 ദിവസത്തിനു ശേഷം പുറത്തേക്ക്. ജാമ്യം ലഭിച്ച സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ദുർഗിലെ വിശ്വദീപം കോൺവെന്റിലേക്ക് തിരികെ എത്തി. കേരളത്തിലേക്കാണോ പോകുന്നത്? ഇല്ലില്ല, ഇവര് ഞങ്ങൾ ബ്രദേഴ്സ് കേരളത്തിലേക്ക് പോകുന്നു. ഇന്ന് വരുന്നില്ല. ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കോൺവെന്റിലാണ് കന്യാസ്ത്രീകൾ ഇന്ന് വിശ്രമിക്കുക. മാധ്യമങ്ങളോട് വാ തുറക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് NIA കോടതി ജാമ്യം അനുവദിച്ചത്. നീതിയുടെ ആദ്യകിരണം ജാമ്യത്തിന്റെ രൂപത്തിൽ കിട്ടിയെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ കടന്നുവരവോടെ ആശങ്കയിലാണ് സഭ. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24.